ഹലോ എവരി വൺ. സോ ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ ഫ്രെയിമിൽ തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഴക്കാല ഓർക്കിഡ് കെയർ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് റെയിനി സീസണിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഓർക്കിഡ് എങ്ങനെ നന്നായിട്ട് പരിപാലിക്കാം, മഴക്കാലം എങ്ങനെ ഓർക്കിഡിന് ഒരു നല്ല സീസണാക്കി മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഴക്കാലം എന്തുകൊണ്ടാണ് ഓർക്കിഡിന് അത്ര നല്ല കാലമല്ലാത്തത് എന്നും കൂടി ഉള്ളൊരു ഫാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഴക്കാലത്ത് ഓർക്കിഡിന് വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഓർക്കിഡിന് കിട്ടുന്ന പണികൾ തുടങ്ങിയവയാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ. ഇപ്പോൾ ഓൾറെഡി നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴക്കാലത്ത് ഓർക്കിഡ് ഏത് രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങൾക്കും വിധേയമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രശ്നങ്ങളും പറയും, അതിനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സും ഞാൻ പറയും. ഇനി അങ്ങനെയുള്ള പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതും ഈ വീഡിയോയിലുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. അതിനു മുമ്പ് എൻ്റെ ഹൗസ് ഓഫ് ഓർക്കിഡ് എന്ന് പറഞ്ഞ ചാനൽ താഴത്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ വരും. ഞാൻ പുതിയ വീഡിയോസ് ഓർക്കിഡിൻ്റെ ചെയ്യുന്നുണ്ട്. ഓർക്കിഡിൻ്റെ കെയർ, ഫ്ലവറിങ്, അതുപോലെ ഡെക്കറേഷൻ, അറേഞ്ച്മെൻറ്റ് ഇതെല്ലാം ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനം നിങ്ങൾ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യുക. സോ മഴക്കാലത്ത് ഓർക്കിഡിന് വരുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ്, മറ്റ് കീടങ്ങളുടെ ശല്യം, അതുപോലെ തന്നെ ഒച്ച്, പിന്നെ വെള്ളം എങ്ങനെ ഒരു പ്രശ്നമാവും? അതെ, വെള്ളത്തിന് ജീവൻ നൽകാനും അതുപോലെ തന്നെ ജീവൻ എടുക്കാനും കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. ഓർക്കിഡിനും അത് ബാധകമാണ്. മഴക്കാലത്തെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർക്കിഡ് നശിച്ചു പോകും. പകുതി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വരെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മഴവെള്ളത്തെക്കുറിച്ചും നമ്മൾ ബോധിതരായിരിക്കണം. ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് കാണാം. പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരുന്നത്, പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇനി പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഴക്കാലത്തെ ഓർക്കിഡ് പ്രശ്നങ്ങളിൽ ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗസ് ആണ്. ഫംഗസ് എന്നുള്ളൊരു മൈക്രോബാണ്. ഇത് ഓർക്കിഡിനെ ഹോസ്റ്റായിട്ട് കണ്ട് ഓർക്കിഡിലേക്ക് വന്ന് ഇൻഫെക്ഷൻ പകർത്തി അങ്ങനെ അതിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ളൊരു മൈക്രോബാണ് ഫംഗസ്. അഥവാ ഒരു പ്രശ്നമാണ് ഫംഗസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ. ഇത് നമുക്ക് ഓർക്കിഡിൽ വെള്ളം വഴി അല്ലെങ്കിൽ കാറ്റ് വഴി അല്ലെങ്കിൽ മറ്റ് ഓർക്കിഡിൽ ഉള്ള കോണ്ടാക്റ്റ് വഴി സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? ഒരുപാട് ലക്ഷണങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷേ ഓർക്കിഡിലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ ഇലകളിങ്ങനെ നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ നിറത്തിലിരിക്കില്ല, പക്ഷേ ഈ നിറത്തിലിരിക്കും. ബ്ലാക്ക് സ്പോട്ട്സ്, ഇതാണ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷണം. ഈ ബ്ലാക്ക് സ്പോട്ട് കണ്ടാൽ നിങ്ങൾ ഈ ഓർക്കിഡ് ഇവിടെ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കണം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ റൂട്ട് റോട്ട് അഥവാ നമ്മുടെ ഓർക്കിഡിൻ്റെ വേരുകൾക്കുള്ള ചീച്ചിൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഇനി നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വരാതെ നോക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓർക്കിഡ് വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുമ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് അറേഞ്ച് ചെയ്യുക. ഇപ്പം ഈ ഓർക്കിഡ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില കമ്പുകളൊക്കെ ചിലതിൽ ടച്ച് ചെയ്യുന്നത് കാണാം. അത് കഴിവതും ഒഴിവാക്കുക. ഇതുപോലെ ടച്ച് ചെയ്യുന്നത് എനിക്ക് കയറ് കെട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് കുത്തി അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഓർക്കിഡിൽ നിന്ന് വീഴുന്ന വെള്ളം മറ്റു ഓർക്കിഡിലേക്ക് അടിവഴി പോയി കഴിഞ്ഞാൽ മേളിലത്തെ ഓർക്കിഡിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് താഴ്ത്തതിനും സ്പ്രെഡ് ആവും. സോ ഇതുപോലെ ഓവർഹെഡ് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇലകളൊക്കെ ഡ്രൈ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഡ്രൈ അല്ലാത്ത വെറ്റ് ലീവ്സിൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അധികം തെറിക്കാതെ ശ്രദ്ധിക്കുക. ലീഫിലേക്കും ബ്രാഞ്ചസിലേക്കും പൂവിലേക്കും വെള്ളം തെറിച്ചാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു കാരണമാവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഓൾറെഡി വന്ന ഓർക്കിഡിൻ്റെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുക. ഞാൻ ഈ ഇല ഫംഗൽ ഇൻഫെക്ഷൻ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. നിങ്ങളും അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന സ്ഥലം റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് സ്പ്രെഡാവും. പിന്നെ ഒരു പ്രിക്കോഷനായിട്ട് നമ്മളിതുപോലെ എല്ലാ പ്ലാന്റ്സിലും ഒരു 15 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുക. എസ്പെഷ്യലി മഴക്കാലത്ത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ റിസ്ക് എടുക്കേണ്ട, ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാം. പിന്നെ മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക.
ഇതുപോലെ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ അത് കണ്ടുപിടിച്ച് അയല വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുകയോ ചെയ്യുക. പിന്നെ ഫംഗൽ ഇൻഫെക്ഷന് ഉള്ള ഒരു ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സൂര്യപ്രകാശമാണ്. സോ സൺലൈറ്റ് നല്ല കിട്ടുന്ന സ്ഥലത്ത് ഓർക്കിഡ്സ് പ്ലേസ് ചെയ്യുക. എന്നാലും ഇതിലിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു, അതിങ്ങനെ വെള്ളം തെറിച്ചിട്ടാണ്. സോ സൺലൈറ്റ് എന്നുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു വലിയ എനിമിയാണ്. അപ്പോൾ സൂര്യപ്രകാശം നല്ല കിട്ടുന്ന സ്ഥലത്ത് ഓർക്കിഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു പരിധിവരെ ഒഴിവാക്കാം. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഇതുപോലെ പ്രൈമറി സ്റ്റേജിലാണ്, ഇലകളിൽ മാത്രമാണ് ബാധിച്ചിട്ടുള്ളൂ, വേരിന് ചീച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഓർക്കിഡിനെ കംപ്ലീറ്റ്ലി ഒരു ആൻറ്റി ഫംഗൽ ലായനി വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി ഒരു ഫംഗിസൈഡ് പേസ്റ്റ് ഈ കട്ട് ചെയ്ത ടിപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ഫംഗിസൈഡ് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ വെള്ളത്തിൽ കലർത്തി നമ്മൾ ഇല മുറിച്ച സ്ഥലത്ത് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ റൂട്ട് അഥവാ വേരുകളിൽ നമ്മൾ ചീച്ചിൽ വളരെ കൂടുതൽ സംഭവിച്ചു, അതുപോലെ തന്നെ ഇലയിലൊക്കെ ഈ പാടുകളുണ്ട്, അതിൻ്റെ അടുത്തും ഫംഗൽ ഇൻഫെക്ഷൻ നല്ലോണം സ്പ്രെഡായി. അപ്പം നമുക്ക് വേറൊരു വഴിയില്ല, റീപ്പോർട്ട് ചെയ്യുക. അതാണ് നമുക്ക് ഉള്ളൊരു സൊല്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഓർക്കിഡിൻ്റെ പോട്ടി മിക്സും അതുപോലെ തന്നെ ഓർക്കിഡ് നമ്മൾ മാറ്റി ഓർക്കിഡിനെ കംപ്ലീറ്റ്ലി നമ്മളൊരു ഫംഗിസൈഡിൽ മുക്കി നമ്മൾ റീപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഫംഗൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി വിട്ട് മാറുകയുള്ളൂ. ആ സ്റ്റേജ് വരെ കൊണ്ടെത്താതെ ശ്രദ്ധിക്കുക. ഏർലി സ്റ്റേജിൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുക. അടുത്ത ഒരു മേജർ ഓർക്കിഡ് വില്ലനാണ് ഇതുപോലെ ഓർക്കിഡിൽ വന്നിരിക്കുന്ന പെസ്റ്റുകൾ അഥവാ ഓർക്കിഡിൽ നമുക്ക് വരുന്ന കീടങ്ങൾ. ഇത് പലതരം കീടങ്ങളുണ്ട്. ഈച്ചകളുണ്ട്, ബഗ്സ് ഉണ്ട്, ബീറ്റിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കീടങ്ങളുണ്ട്. ഇവ മെയിൻലി കഴിക്കുന്നത് ഓർക്കിഡിൻ്റെ പുതിയ കൂമ്പുകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സുമാണ്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേർത്ത ഓർക്കിഡിൻ്റെ ഭാഗങ്ങളാണ് ഇവ മെയിൻലി ഭക്ഷിക്കുന്നത്. ഇത് വളരുന്നത് വളരെ തണുപ്പ് കൂടിയതും അതുപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് കൂടുതൽ കീടങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് കീടങ്ങൾ കുറവായിരിക്കും. അതുപോലെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ കുറച്ച് വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ കീടങ്ങൾ കൂടുതലായിരിക്കും. സോ ഇക്കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. പിന്നെ എൻവയോൺമെൻറ്റ് ക്ലീൻ ആയിട്ട് വയ്ക്കുക. നമ്മുടെ ചുറ്റുപാട് വളരെ വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ കുറയും. അതുപോലെ നല്ലോണം വെളിച്ചം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പറഞ്ഞാലും വെളിച്ചം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെളിച്ചം കൂടിയ സ്ഥലത്ത് ഓർക്കിഡ് സൂക്ഷിക്കുക. എന്നാൽ ഇങ്ങനെ ഫ്ലവർക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കീടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഓരോ സൈൻസ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടോ, ഈ ഒരു ചെറിയ കൂട് എട്ടുകാലിയുടെ അല്ലെങ്കിൽ ഡെൻഡ്രോബിയം ബീറ്റിൽ എന്ന് പറഞ്ഞൊരു വണ്ടിൻ്റെ കൂടായിരിക്കും. ഒരു യെല്ലോ കളർ ഡെൻഡ്രോബിയം ബീറ്റിലുണ്ട്, വളരെ അപകടകാരിയാണ്. അതുപോലെ ഇതുപോലത്തെ കൂടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുക. ഒരു 15 days കൂടുമ്പോൾ സ്പ്രേ ചെയ്യുക. നമുക്ക് കീടങ്ങളെ മാറ്റാം. ഇനിയിപ്പോൾ പെസ്റ്റിസൈഡ് ടോക്സിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വളരെ നേർപ്പിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. കീടങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഇല്ലാതാവും. ഇതുപോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് ഓർക്കിഡിൻ്റെ മെയിൻ വില്ലനിലേക്ക് കിടക്കാം, ഒച്ച്. മഴക്കാലം പ്ലസ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ ഫേവറേറ്റ് ആണ്. സോ മഴക്കാലം ഓർക്കിഡ് ഇതൊരു നല്ല കോമ്പിനേഷൻ അല്ല. ഒച്ച് എന്തായാലും അവിടെ ഉണ്ടാവും. സോ മഴക്കാലത്ത് നിങ്ങൾ ഒച്ചിനെ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കരുത്. ഒച്ച എന്തായാലും വരും, പണി തരും അല്ലേ. സോ ഒച്ചിൻ്റെ ഫേവറേറ്റ് ആണ് ഓർക്കിഡ്. ഇതുപോലത്തെ പുതിയതായിട്ട് വളർന്നു വരുന്ന കൂമ്പുകൾ അതുപോലെ തന്നെ പൂവുകൾ പിന്നെയും ഒച്ച് വളരെ ഫേവറേറ്റ് ആണ്, അത് കഴിക്കും. എസ്പെഷ്യലി ഇതുപോലത്തെ കൂമ്പുകളിലൊക്കെ ഒച്ച് നമുക്ക് പെട്ടെന്ന് വന്നിരിക്കുന്നത് കാണാം. ഷെല്ലുള്ള ടൈപ്പ് ഒച്ചാണ് നമ്മളിപ്പോൾ മഴക്കാലത്ത് കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ നമ്മൾ മാക്സിമം നമ്മൾ കെയർ ചെയ്യുക. ഒച്ചിനെ നമുക്കെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആൻസർ ഇത് തന്നെയാണ്. ഓർക്കിഡ് മാക്സിമം ഹാങ് ചെയ്യുക. മാക്സിമം അല്ല, ഓർക്കിഡ് കംപ്ലീറ്റ്ലി ഹാങ് ചെയ്യുക. ഇനി ഹാങ് ചെയ്തില്ല, നിങ്ങൾ ഇതുപോലെ ഓർക്കിഡ് താഴ്ത്താണ് പ്ലേസ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങൾ ഒച്ച് വരാതെ ഇതുപോലെ കുമ്മായം എന്തെങ്കിലും വെച്ചുള്ളൊരു മിക്സ് ചട്ടിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒച്ച് മേളിലേക്ക് കയറി വരില്ല. കുമ്മായം അല്ലെങ്കിൽ സാൻഡ് എന്ന് വെച്ചാൽ മണൽ, ഇതൊക്കെ ഒച്ചിന് ഇഷ്ടമല്ല. ചാരം മറ്റൊരു ഒച്ചിൻ്റെ എനിമിയാണ്. ഇവയിലൂടെ ഒച്ച് എഴഞ്ഞു വരില്ല. പക്ഷെ മാക്സിമം നിങ്ങൾ ഓർക്കിഡ് ഹാങ് ചെയ്യുക. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഒച്ച് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഒച്ചിനെ തുരത്താനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു പ്രിവെൻഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അടുത്തത് ഒരു വൃത്തിയായ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്.
സോ ഒച്ചിനെ അഴിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്. മണലാണെങ്കിൽ ഒച്ച് കൂട് പെട്ടെന്ന് വരും. അങ്ങനെ നിർബന്ധം പിടിക്കില്ല. വൃത്തിയായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഒച്ചിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മഴക്കാലത്ത് കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഒച്ച് വരില്ല. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഒച്ചിന് തീരെ രക്ഷയില്ല. ഞാൻ മാക്സിമം കെയർ ചെയ്യുക, അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒച്ച് വന്ന് നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടി മിക്സിൻ്റെ അകത്ത് കയറി പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതവിടെ മുട്ടയിടും, മുട്ട വിരിയും. അത് പെറ്റ് വിരിയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇനി ഒച്ച് വന്നു എന്നിരിക്കട്ടെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത് കംപ്ലീറ്റ്ലി ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ റീപോർട്ട് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷനാണുള്ളത്. നമ്മൾ ഈ കംപ്ലീറ്റ് പോട്ടി മിക്സ്ചർ റിമൂവ് ചെയ്ത് ഓർക്കിഡ് പോട്ടി മിക്സ്ചറിൽ നിന്ന് മാറ്റി നമ്മൾ റീപോർട്ടിംഗ് പ്രൊസീജിയർ ചെയ്യുക. അതിനു മുമ്പ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ കംപ്ലീറ്റ് ഓർക്കിഡിൻ്റെ വേരും നമ്മൾ മുക്കുക. അങ്ങനെ നമുക്ക് ഒച്ചിൻ്റെ മുട്ട, അതുപോലെ തന്നെ ഒച്ചിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ പുതിയ പോട്ടി മിക്സർ വെച്ച് റീപോർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഒച്ചിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, സ്നേക്ക് പെല്ലറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് പെസ്റ്റിസൈഡുകൾ ഒച്ചിനുണ്ട്, പക്ഷേ ഇതൊക്കെ നല്ല ടോക്സിക്കാണ്. സോ ഞാൻ മാക്സിമം അത് റെക്കമെൻഡ് ചെയ്യില്ല, നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഇതുപോലെ ഹാങ് ചെയ്ത ഓർക്കിഡാണെങ്കിൽ ഒച്ചിന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പിന്നെ ചെറിയ ചെറിയ കുറച്ച് വഴികളുണ്ട്. സ്നേക്ക് പെല്ലറ്റ്സ് ഒരു വഴിയാണ്. പിന്നെ കോപ്പർ കമ്പി ഒരു വഴിയാണ്. കാരണം ഒച്ചിൻ്റെ മേലിലുള്ള പശ ഈ കോപ്പറായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇതുപോലെ നിങ്ങൾ ഹാങ് ചെയ്യുന്ന സ്ഥലത്ത് ഈ അറ്റത്ത് കോപ്പർ കമ്പി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഒച്ചിന് ഈ മേലിൽ കൂടെ ആയാലും എഴഞ്ഞ് അതിൽ കൂടെ പോകാൻ പറ്റില്ല. പക്ഷേ മേലിൽ കൂടെ അങ്ങനെ ഒച്ച പോകുന്നത് വളരെ റെയറാണ്. സോ കോപ്പർ കമ്പി ഒരു വഴിയാണ്, നമുക്ക് ഒച്ചിനെ ഒഴിവാക്കാം. ഓർക്കിഡിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിലോ ഇപ്പോൾ താഴെയോ, ഇപ്പോൾ ഇത് ഈ പോട്ടിൻ്റെ ആണെങ്കിൽ താഴെ നിങ്ങൾ ജസ്റ്റ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ കമ്പി ഉണ്ടെങ്കിൽ ഒച്ചതിൻ്റെ മേലെ കയറി വരില്ല. പിന്നെ ഇതുപോലെ കുമ്മായം അല്ലെങ്കിൽ ചാരം അല്ലെങ്കിൽ ചരൽ അല്ലെങ്കിൽ മണൽ ഇതൊക്കെ വെച്ചുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ ഇതുപോലെ ഓർക്കിഡ് വയ്ക്കുകയാണെങ്കിൽ ആ മിക്സ്ചറിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒച്ച വരില്ല. പിന്നെ അടുത്തതെന്നുള്ളത് ഒച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് ചത്തുപോയിക്കോളും. ഓർക്കിഡിൽ അതേസമയം ഉപ്പ് വെള്ളമൊന്നും നിങ്ങൾ തളിക്കരുത്. കാരണം ആൽക്കലൈൻ എൻവയോൺമെൻറ്റിലാണ് ഓർക്കിഡ് വളരുന്നത്. സോ പ്ലാന്റ്സ് ഒക്കെ വളരുന്നത്. സോ ഓർക്കിഡിലേക്ക് നിങ്ങൾ ഉപ്പ് വെള്ളം തളിക്കരുത് ഒച്ചിനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ ഒച്ചിനെ കുറച്ച് ഉപ്പ് തൂവി കൊടുത്താൽ പെട്ടെന്ന് ചത്തുപോയിക്കോളും. സോ ഇതൊക്കെയാണ് നമ്മൾ ഒച്ചിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കെയറിങ് സൊല്യൂഷൻസ് ഇതൊക്കെയാണ്. സോ ഒച്ചിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ഒച്ചിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക, ഒച്ച് വരും, പക്ഷെ നിങ്ങൾ വരാതെ നോക്കുക. മാക്സിമം ഓർക്കിഡ് ഹാങ് ചെയ്യുക. വെള്ളം, നമുക്ക് മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമാണ് കൂടുതൽ. ഓർക്കിഡിന് അധികം വെള്ളം ഒട്ടും നല്ലതല്ല എന്ന് നമുക്കറിയാലോ. സോ മഴക്കാലത്ത് വെള്ളത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കിഡിനെ വളർത്താനും അതുപോലെ തന്നെ നശിപ്പിക്കാനും കെൽപ്പുള്ളൊരു സംഗതിയാണ് വെള്ളം. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ ഓർക്കിഡ് വീടിൻ്റെ സൺഷെയ്ഡുകളിൽ, ബാൽക്കണികളിൽ, സിറ്റ് ഔട്ടുകളിൽ, ടെറസുകളിൽ, മൂടിയിട്ട ടെറസുകളിൽ നിങ്ങൾ ഓർക്കിഡ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം ഒരുപാടായിട്ട് ഒഴിവാക്കാൻ പറ്റും. വെള്ളം ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ട് ഇതിലൊക്കെ വെള്ളം തെറിച്ചു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വെള്ളം തൂത്ത് കളയണം. ഇനി ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഈ കൂമ്പിൻ്റെ ഉള്ളിൽ വെള്ളം വന്നിരുന്നാൽ കൂമ്പ് ചെയ്യും, അതൊരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ സ്റ്റാഗ്നേഷൻ പോട്ടി മിക്സ്ചറിൽ ഉണ്ടാവാം. പോട്ടി മിക്സ്ചറിൽ ഒരുപാട് വെള്ളം വന്നാൽ പോട്ടി മിക്സ്ചർ എസ്പെഷ്യലി അതിൻ്റെ ഉള്ളിലുള്ള ചകിരി ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഓർക്കിഡ് കംപ്ലീറ്റ്ലി നശിക്കും. അപ്പോൾ ഓർക്കിഡ് മഴക്കാലത്ത് ഒട്ടും പുറത്ത് തൂക്കാതിരിക്കുക. നല്ല ലൈറ്റും വെന്റിലേഷനുള്ള സ്ഥലത്ത് നിങ്ങൾ ഓർക്കിഡ് തൂക്കുക. ഓർക്കിഡ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്ന പോട്ടും അതുപോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറും നല്ലോണം ഡ്രെയിനേജ് ഉള്ള മിക്സ്ചറും പോട്ടും ആയിരിക്കണം. അടിയിൽ ഡ്രെയിനേജ് ഹോൾസ് വേണം. വെള്ളം കൂടുതൽ എങ്ങാനും ഇതുപോലെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സൗകര്യം വേണം. പിന്നെ നമ്മൾ മഴക്കാലത്ത് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള ഓർക്കിഡ് അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അതിൽ പുറത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, വെള്ളം കിട്ടില്ല. സോ നമ്മൾ തന്നെ അതിൽ വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ഒരു 11 മണിക്ക് 12 മണിക്ക് ഇടയ്ക്ക് വേണം നമ്മൾ ഓർക്കിഡിനെ വാട്ടർ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോവും. കുറച്ച് ഇലയിലോ അല്ലെങ്കിൽ സ്റ്റെമ്മിലൊക്കെ ഉള്ള വെള്ളം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ മിക്സ്ചറിൽ വെള്ളമുണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവാപ്പറേറ്റ് ആയി പോവും. ഓർക്കിഡ് വെള്ളം കൂടി എന്നുള്ള പേരിൽ നശിക്കില്ല. പിന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് നിങ്ങൾ ഓർക്കിഡെല്ലാം അകത്തെ സൈഡിലേക്ക് തൂക്കിയിടുക. ഇപ്പോൾ ഈ ഓർക്കിഡുകളെല്ലാം ചട്ടികൾ നമ്മൾ അകത്തേക്കാണ് തൂക്കിയിട്ടിരിക്കുന്നത്, പുറത്തേക്ക് അധികം നീണ്ടു നിൽക്കുന്നില്ല. കാരണം ഓർക്കിഡിന് നാച്ചുറലി ടെൻഡൻസി വളരാൻ സൺലൈറ്റിൻ്റെ
ഭാഗത്തേക്കാണ്. പക്ഷെ മഴക്കാലത്ത് നിങ്ങളെല്ലാം അകത്തേക്ക് തന്നെ തൂക്കിയിടുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓർക്കിഡിൻ്റെ കൂമ്പിലോ പൂവിലോ ഒന്നും നമുക്ക് വെള്ളം വീഴില്ല. ഇങ്ങനെ ഓർക്കിഡ് തൂക്കിയിട്ടേക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല, നമ്മൾ വീടിൻ്റെ കംപ്ലീറ്റ്ലി നമ്മൾ പോളിട്രസിൻ്റെ അടിയിലാണ് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു റെയിൻ പ്രൊട്ടക്ഷനുള്ള സ്ഥലത്താണ് വച്ചിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ആ കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. നമുക്കിഷ്ടമുള്ള എല്ലാം മഴക്കാലത്ത് പണി തരുവാണല്ലേ? അതെ, അതങ്ങനെയാണ്. മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് ബാധ വരാൻ ചാൻസ് കൂടുതലാണ്. സോ ഇനോർഗാനിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫെർട്ടിലൈസർ തന്നെ യൂസ് ചെയ്യുക. NPK ഫെർട്ടിലൈസേഴ്സ് മഴക്കാലത്ത് യൂസ് ചെയ്യുക. എസ്പെഷ്യലി പച്ചച്ചാണകത്തിൻ്റെ തെളി നമ്മൾ ഓർക്കിഡിൽ തളിക്കും. അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് എന്നിട്ട് പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ നിങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. സോ വീട്ടിലുള്ള ബാക്കി ചെടികളും ഞാൻ ജസ്റ്റ് കാണിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. ഇനി ഞാൻ റെയിനിങ് കെയർ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലുമായിട്ട് റെയിൻ, ഓർക്കിഡ്, മഴക്കാല സംരക്ഷണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ വേറൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്സ് ആയിട്ട് വരും. ഞാൻ ഓർക്കിഡ് അറേഞ്ച് ചെയ്യുന്ന, പോട്ട് ചെയ്യുന്ന പല പല ടെക്നിക്സ്, അതുപോലെ പ്രൊപ്പഗേഷൻ, ഫെർട്ടിലൈസറുകളുടെ കാര്യം എന്നുള്ള പല ടോപ്പിക്സായിട്ട് ഞാൻ വരുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഓർക്കിഡ് സംബന്ധമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലായിട്ട് ചോദിക്കുക. ഉത്തരമായിട്ട് ഞാൻ എന്തായാലും വരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡ് ഇഷ്ടമുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം മറ്റൊരു ഓർക്കിഡ് വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ. ഹാപ്പി ഗാർഡനിങ്.